നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെ സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ്. 2026 ജൂലൈ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള, അതായത് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള സമഗ്രമായ ഒരു വിശകലനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 ഇനി ബാക്കിയുള്ള 6 മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാനതകളില്ലാത്ത വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ 10ാം ഭാവത്തിൽ ശുക്രൻ, ബുധൻ, വ്യാഴം എന്നീ 3 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. 9ാം ഭാവത്തിൽ സൂര്യനും 8ാം ഭാവത്തിൽ ചൊവ്വയും 6ാം ഭാവത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് രാഹുവിന്റെ സ്ഥാനം. കൂടാതെ 11ാം ഭാവത്തിൽ കേതുവും നിലകൊള്ളുന്നു. തുലാം രാശിയിൽ നിന്നും 5ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. 2026 ഡിസംബർ 6 വരെ രാഹു ഈ ഭാവത്തിൽ തന്നെ തുടരും. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതൽ വഴക്കുകളും തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ പ്രണയിതാക്കൾ തമ്മിൽ താൽക്കാലികമായി ഒരു അകൽച്ചയിലോ ബ്രേക്കപ്പോ സംഭവിച്ചിട്ടുണ്ടാകും. പ്രണയ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ വലിയ പ്രതിസന്ധികളോ നിങ്ങൾ നേരിടുന്നുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിലെ രാഹുവിന്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. കാരണം ജാതകത്തിൽ 5ാം ഭാവമാണ് വിദ്യാഭ്യാസത്തെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്നത്. രാഹു അവിടെ നിൽക്കുമ്പോൾ പഠനകാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. താൻ തിരഞ്ഞെടുക്കുന്ന വഴി ശരിയാണോ അതോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിദ്യാർത്ഥികൾ വിഷമിച്ചേക്കാം. പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വരിക, ക്ലാസുകളിലും പരീക്ഷകളിലും വിചാരിച്ചത്ര തിളങ്ങാൻ കഴിയാതെ വരിക, മനസ്സെപ്പോഴും മറ്റു കാര്യങ്ങളിലേക്ക് വ്യതിചലിക്കുക എന്നിവ ഇതിന്റെ ഫലമായി സംഭവിക്കാം. വരാനിരിക്കുന്ന 6 മാസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ടാകുമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5ാം ഭാവത്തിലെ രാഹുവും 6ാം ഭാവത്തിലെ ശനിയും കാരണം വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, ശരിയായ രീതിയിൽ ദഹനം നടക്കാതിരിക്കുക തുടങ്ങിയവ നിങ്ങളെ അലട്ടിയേക്കാം. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. 5ാം ഭാവത്തിന്റെ അധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വയറിനെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകും. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 8, 12, 3 ഭാവങ്ങളിൽ പതിക്കുന്നതിനാൽ ശാരീരികമായ ചില വേദനകൾ ഉണ്ടാകാം. കാലുകൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്ന അമിതമായ ക്ഷീണം, വലതു തോളിലെ പേശി വലിവ് എന്നിവ വരാൻ സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ മറ്റു വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ 6 മാസക്കാലത്ത് നിങ്ങളെ ബാധിക്കില്ല. തുലാം രാശിക്കാരുടെ ദാമ്പത്യ ഭാവത്തിന്റെ അധിപൻ 8ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം 3ാം തീയതി വരെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓഗസ്റ്റ് 3 കഴിഞ്ഞ് ചൊവ്വയുടെ 9ാം ഭാവത്തിലേക്കുള്ള സ്ഥാനമാറ്റം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നിങ്ങളുടെ പങ്കാളിയുടെ കരിയറിലും ജീവിതത്തിലും വലിയ പുരോഗതിയും വളർച്ചയും ഉണ്ടാകും. അവർക്ക് പുതിയ ജോലിയോ അംഗീകാരങ്ങളോ ലഭിക്കുന്നത് വഴി കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. ചൊവ്വ 10ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ ഭദ്രമാകും. വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി 2ാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ പങ്കാളിയുമായി ചേർന്ന് പുതിയ വീടോ വസ്തുവോ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ദൂരയാത്രകൾ പോകുന്നതിനോ ഒക്കെയുള്ള വലിയ പ്ലാനുകൾ നിങ്ങൾ വിജയകരമായി നടപ്പിലാക്കും. നിങ്ങളുടെ തൊഴിൽ ഭാവമായ 10ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിങ്ങളുടെ തൊഴിൽ ഭാവത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. നവംബർ മാസം വരെ വ്യാഴം ഈ അനുകൂല സ്ഥാനത്ത് തുടരും. ഇത് നിങ്ങളുടെ തൊഴിൽ മേഖലയ്ക്ക് ഏറ്റവും മികച്ചൊരു സമയമാണ്. നിലവിൽ തുലാം രാശിക്കാർക്ക് 7ാം ശനിയോ അഷ്ടമശനിയോ ഇല്ലാത്തതും വലിയൊരാശ്വാസമാണ്. വ്യാഴത്തിന്റെ ഈ മാറ്റം കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ വർദ്ധിക്കുകയും മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്യും. ജൂൺ 2-നാണ് വ്യാഴം ഈ സ്ഥാനത്തേക്ക് വന്നത്.
അതുകൊണ്ട് തന്നെ ഇതിനകം നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ശമ്പള വർധനവോ പുതിയ ഉത്തരവാദിത്തങ്ങളോ നിങ്ങളെ തേടിയെത്തും. വ്യാഴം പിന്നീട് 11ാം ഭാവത്തിലേക്ക് മാറുന്നതും ശുഭകരമാണ്. കരിയറിൽ ചെറുതല്ല മറിച്ച് വലിയ കാര്യങ്ങൾ ലക്ഷ്യം വെക്കാൻ തുലാം രാശിക്കാർ തയ്യാറാകണം. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. തൊഴിൽ രംഗത്ത് ചില എതിർപ്പുകൾ ഉണ്ടാകാമെങ്കിലും അന്തിമ വിജയം നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ രാശാധിപനായ ശുക്രനും ഒപ്പം ബുധനും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങൾ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും സുവർണ കാലഘട്ടമായിരിക്കും. പുതിയ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനും താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റം ലഭിക്കാനും ഈ സമയം ഏറെ അനുയോജ്യമാണ്. നിങ്ങളുടെ രാശാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്താനായി ശുക്രസ്തോത്രം ദിവസവും 108 തവണ ഭക്തിയോടെ ജപിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകും. ശനി, രാഹു ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനായി ദിവസവും ഹനുമാനെ ഭക്തിപൂർവം ഭജിക്കുന്നത് വഴി നിങ്ങൾക്ക് മാനസിക ധൈര്യവും തടസ്സങ്ങളിൽ നിന്ന് മോചനവും നൽകും. വ്യാഴത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാൻ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ അത് ഭക്തിയോടെ കേൾക്കുകയോ ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.